ശ്രീനാരായണ ഗുരുദേവനെ അറിയുവാൻ ഗുരുദേവ കൃതികളിലൂടെ സഞ്ചരിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്ന സമയത്ത് സമകാലികരായ ആളുകൾ, പ്രത്യേകിച്ച് മഹാകവി കുമാരനാശാനും കോട്ടുകോയിക്കൽ വേലായുധൻ വൈദ്യരും മൂർക്കോത്ത് കുമാരനുമൊക്കെ എഴുതി തന്ന ജീവചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഭഗവാനെക്കുറിച്ച് ഏകദേശം 2000-ലധികം വരുന്ന ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇത് 3 ഇതിൽ ഒരെണ്ണമെങ്കിലും വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊച്ചു കുട്ടികളിലേക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചാൽ അവരുടെ മനസ്സിലേക്ക് ഗുരു എന്നൊരു കൺസെപ്റ്റ് കടന്നു വരും. തിരിച്ചറിവുള്ള പ്രായത്തിൽ അവൻ ഗുരുവിനെ അന്വേഷിച്ച് നടക്കും. അവൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ കടന്നു വരും. അവന് വേണ്ടതെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ നൽകും. അതിൻ്റെ കടമ, അത് ചെയ്യേണ്ട കടമ നിങ്ങളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഉണരുക, നമ്മൾ എന്തും ഗുരുവിലേക്ക് നോക്കുക. നമ്മൾക്കെല്ലാ മറുപടിയും ഗുരുവിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവനിലേക്ക് നോക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട മാർഗങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ഗുരുവിലേക്ക് നോക്കണം. ഗുരുദേവ കൃതികൾ പഠിച്ച്, ഗുരുദേവ ജീവചരിത്രം പഠിച്ചു കഴിയുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സ്മൃതി ഗ്രന്ഥം വെച്ച് തന്നിട്ടുണ്ട്. ഏതാണ് ആ സ്മൃതി ഗ്രന്ഥം? ശ്രീനാരായണ ധർമ്മം. SNDP യോഗത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അല്ലേ? ശ്രീനാരായണ ധർമ്മ അപ്പം എന്താണ് ഈ ശ്രീനാരായണ ധർമ്മം? സെക്രട്ടറിയും പ്രസിഡന്റും വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് പോയിട്ടൊരു കറുത്ത കമ്പിൽ മഞ്ഞ കൊടിയൊക്കെ ചുറ്റി മഞ്ഞ ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ട് TK മാധവൻ ആർശങ്കർ നേടിയെടുത്തൊരു ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതാണോ? എന്താണ് ശ്രീനാരായണ ധർമ്മം? ധർമ്മം പരിപാലിക്കുന്നവരുടെ സംഘടനയാണ് SNDP യോഗം. എന്താണ് ഈ ശ്രീനാരായണ ധർമ്മം? അതറിഞ്ഞാലേ നമുക്ക് പരിപാലിക്കാൻ പറ്റുള്ളൂ. എന്താണത്? ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് 1924 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിലെ തെന്മാവിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ പിൻഗാമിയായി വാഴിച്ച ബോധാനന്ദ സ്വാമികളും സ്വാമിയുടെ സംസ്കൃത പണ്ഡിതനായ ആത്മാനന്ദ സ്വാമികളും അടങ്ങുന്ന ശിഷ്യവൃന്ദം ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അവതാരം കൊണ്ട് ഞങ്ങളും ഈ തലമുറയും ധർമ്മിഷ്ഠരായി ജീവിക്കുന്നു. എന്നാൽ ഇനി വരുന്ന തലമുറ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ധർമ്മിഷ്ഠരായി ജീവിക്കാൻ ഉതകുന്ന ഉപദേശങ്ങൾ തന്ന് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാന്റെ സംസ്കൃത പണ്ഡിതനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമികൾ എഴുതിയെടുത്ത് എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുദേവനിൽ സമർപ്പിച്ച് തെറ്റുതിരുത്തിയെടുത്ത 10 സർഗങ്ങളും 295 ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ആലോചിക്കും, ഇവിടെ ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? മനുസ്മൃതി, പരാശര സ്മൃതി, എങ്ങനെ പറഞ്ഞ് യാജ്ഞവൽക്യ സ്മൃതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനൊരു ശ്രമം നടത്തിയത്? അത് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ അറിയാം. ഇതൊക്കെ ചില പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. മനുസ്മൃതി ആയിക്കോട്ടെ, യാജ്ഞവൽക്യ സ്മൃതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഗുരുക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനീതികൾക്കെതിരെ എങ്ങനെ മനുഷ്യർ ധർമ്മിഷ്ഠരായി ജീവിക്കണമെന്ന് ഉതകുന്ന ഉപദേശങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന സ്മൃതി ഗ്രന്ഥം കാലാതീതമാണ്. ആ കാലഘട്ടത്തിനും ഈ കാലഘട്ടത്തിനും വരാൻ പോകുന്ന കാലഘട്ടത്തിനും, ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയും ഈ നൂറ്റാണ്ടിൻ്റെയും വരാൻ പോകുന്ന നൂറ്റാണ്ടിൻ്റെയും പ്രകാശഗോപുരമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഈ 10 സർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം സഹോദരന് ഖുറാൻ എങ്ങനെയാണോ, ഒരു ക്രിസ്ത്യൻ സഹോദരന് ബൈബിൾ എങ്ങനെയാണോ, ഒരു ഹിന്ദു സഹോദരന് വേദപുസ്തകങ്ങൾ എങ്ങനെയാണോ എന്നതുപോലെ മനുഷ്യനായി ജനിച്ച ഏതൊരാളുടെയും കയ്യിലുണ്ടാകേണ്ട അതിവിശുദ്ധമായൊരു ഗ്രന്ഥമാണ് എന്ത്? ശ്രീനാരായണ ധർമ്മം. ഈ ശ്രീനാരായണ ധർമ്മം കയ്യിലുള്ളവരൊന്ന് കൈ പോകിക്കേ. 2. ആ കയ്യിലുള്ള ആളുകൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് KSEBയുടെ ബില്ല് വെക്കാറുണ്ടോ? അണ്ണാച്ചിയുടെ ബുക്ക് വെക്കാറുണ്ടോ?
ഏഷ്യാനെറ്റിൻ്റെ ബില്ല് വെക്കാറുണ്ടോ? കാരണം എന്താണെന്ന് ഈ തുറക്കാത്ത പുസ്തകങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ കയറ്റി വെക്കുന്നത്. വായിക്കണം. അത് വായിച്ചു പോകുമ്പോഴാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നറിയുന്നത്. ഈ ശ്രീനാരായണ ഗുരുദേവ കൃതികളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാനിന്ന് നോട്ടീസിൽ കണ്ടു, ഇവിടെ ഒരു കോൽകളി സംഘമോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കുമാരിമാരുടെ ഫോട്ടോ കണ്ടു അല്ലേ? ഉണ്ട്. പിന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തിരുവാതിര കളിക്കാരുണ്ടാവും, സംഘങ്ങളുണ്ടാവും. പക്ഷേ പ്രാർത്ഥനാ സംഘങ്ങൾ വളരെ കുറച്ചാണല്ലോ. ഇവിടെ ഉണ്ടോ പ്രാർത്ഥനാ സംഘം? മറന്നുപോയി. എല്ലാവർക്കും തിരുവാതിര കളിക്കാൻ ഇഷ്ടമാണ്, കോല് കളിക്കാൻ ഇഷ്ടമാണ്. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വരും. പക്ഷെ ഗുരുദേവ കൃതികൾ ചൊല്ലിപ്പഠിക്കാൻ വിളിച്ചാൽ ആള് കുറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളല്ലാതെ മറ്റാരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുക? ശ്രീനാരായണ ഗുരുദേവൻ ശിവനെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും ദേവികളെക്കുറിച്ചുമൊക്കെ തന്ന കൃതികൾ നിങ്ങളൊന്ന് ഈണത്തിൽ ഇവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ചോദിച്ചു വാങ്ങുന്ന അവകാശങ്ങൾ നമ്മൾ ചെയ്യും. എന്താണ്, ഒരു ക്ലബിൻ്റെ പരിപാടി നടന്നാലോ വേറൊരു ക്ഷേത്രത്തിലൊരു പരിപാടി നടന്നാലും ചെന്ന് നമ്മൾ ചോദിക്കും, ഞങ്ങളുടെ തിരുവാതിരകളി വെക്കുമോ? അവർ വെക്കും, കാരണം നമ്മൾ വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ നല്ല ഈണത്തിൽ ചൊല്ലിപ്പടിച്ച ശ്രീനാരായണ ഗുരുദേവ കൃതികളുമായിട്ട് ഇത്തരം ക്ഷേത്രങ്ങളിലും പൊതുവേദികളിലുമൊക്കെ ചോദിച്ചു വാങ്ങുന്ന ആ വേദിയിൽ നിന്ന് ചൊല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന കൃതികളുടെ വൃത്തഭംഗിയും രൂപഭംഗിയും ഈണഭംഗിയും ഒക്കെ അത് കേൾക്കുന്നവരുടെ ചെവിയിലൂടെ അവരുടെ തലച്ചോറിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെ അവരിലേക്ക് ശ്രീനാരായണ ദർശനത്തിൻ്റെ വെളിച്ചം വീശുവാൻ നമുക്ക് ഈ ഗുരുദേവ കൃതികളുടെ പാരായണത്തിലൂടെ സാധിക്കും. അതിനെന്ത് ചെയ്യണം? നല്ല ഈണത്തിൽ പോയി ഇതൊക്കെ ചൊല്ലിക്കൊടുക്കണം. അത് നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണ് നമ്മൾ ശ്രീനാരായണ ദർശനത്തിൻ്റെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള പതാക വാഹകരാകുന്നത്. ഗുരുദേവ കൃതികളുടെ വരികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്ന എല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതകൾ പിന്തുടരുവാൻ തയ്യാറാകും. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു പ്രാർത്ഥനാ സംഘം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യം രൂപം കൊടുത്തത് എന്തിനാണ്? കുളിസംഘങ്ങളാണ്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ നമ്മളും ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥനാ സംഘം. ഗുരുദേവ കൃതികൾ നല്ല ഈണത്തിൽ ചൊല്ലുന്ന കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ടൊരു പ്രാർത്ഥനാ സംഘം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശാഖകളിൽ നടക്കുന്ന വിവാഹ വേദികളിലും ഒരു നല്ല കർമ്മങ്ങൾ നടക്കുന്ന ഏതൊരു വേദിയിലും, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന അവസ്ഥയായിക്കോട്ടെ, അവിടെയൊക്കെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ചെന്നിട്ട് ഭക്തി നിർഭരമായി നല്ല ഈണത്തിൽ ഗുരുദേവ കൃതികൾ നമ്മൾ ആലപിക്കണം. ഈ ഗുരുദേവ കൃതികൾ അങ്ങനെ ജനഹൃദയങ്ങളിൽ ഇങ്ങനെ ഓളം തള്ളുമ്പോഴാണ് ശ്രീനാരായണ ദർശനത്തിൻ്റെ പ്രസക്തി അവരിലേക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കും, ഈ കൃതികളൊക്കെ ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രീനാരായണ ധർമ്മം എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ശിവഗിരിയിൽ ചെന്നാൽ 120 രൂപയ്ക്ക് ശ്രീനാരായണ ധർമ്മം ലഭിക്കും. ആ പുസ്തകത്തിന് തീർത്ഥസ്വാമികൾ ശുദ്ധമായ മലയാളത്തിൽ വിവർത്തനം എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളുടെ നിത്യപ്രാർത്ഥനകളിൽ നിങ്ങൾ ശ്രീനാരായണ ധർമ്മം പാരായണം ചെയ്യുവാൻ തയ്യാറായാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 2 സർഗം അതിൻ്റെ അകത്ത് ശിവഗിരി വർണ്ണനയും വർക്കല വർണ്ണനയുമാണ് വരുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് എന്താണ് ശിവഗിരി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, വർക്കല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ശ്രീനാരായണ ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വിവരിച്ചിട്ട് പിന്നെ അങ്ങോട്ടുള്ള 8 സർഗങ്ങളിൽ ജാതി മത ദൈവ വിചാരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ട് 101ാമത്തെ വർഷമാണ്. പക്ഷെ നമുക്കത് പഠിക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും നിങ്ങളത് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് പഠിച്ചാലുള്ള പ്രത്യേകതകൾ എന്താണ്? അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വീട്ടിലിരിക്കുന്നു. അച്ഛൻ, അമ്മ, അമ്മായിയമ്മ, കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനാലയമാണോ? ഉള്ളവരെല്ലാവരും കൂടി ഇരിക്കും. എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മായിയമ്മയ്ക്ക് എഴുത്തും വായന അറിയാവുന്ന ആളാണെങ്കിൽ ആദ്യം പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്ന ആരായിരിക്കും? അമ്മായിയമ്മ തന്നെയായിരിക്കും. അമ്മായിയമ്മ ചൊല്ലിത്തുടങ്ങും. അമ്മ ശ്രീനാരായണ ധർമ്മം വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, മെതവയ ശീലമുള്ളവളും ഭർത്താവിനെ അനുസരിക്കുന്നവളുമായ ഭാര്യ എവിടെയുണ്ടോ
ആ കുടുംബം സർവകല്യാണ സമ്പന്നമാകും, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അമ്മായിയമ്മ എന്ത് ചെയ്യും? ഒന്ന് കണ്ണാടി നേരെ വെച്ചിട്ട് ഒന്നുകൂടെ വായിക്കും, തെറ്റിപ്പോയെന്നറിയാം. എന്താണ്? മിതവ്യയശീലമുള്ളവളും ഭർത്താവിനെ അനുസരിക്കുന്നവളുമായ ഭാര്യ എവിടെയുണ്ടോ ആ കുടുംബം സ്വർഗസമാനമായിരിക്കും. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ഒന്ന് മിഴിച്ചു നോക്കും, ഭാര്യ ഒന്ന് തലകുമ്പിട്ടിരിക്കും. ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വിശദമായിട്ട് പഠിക്കുക. അപ്പം അടുത്ത വരിയിലേക്ക് പോകുന്നു. അമ്മ തന്നെ വായിക്കുന്നു. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി എവിടെ ജീവിക്കുന്നുവോ ആ കുലം സർവകല്യാണ സമ്പന്നമാകും. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കുന്നതാണ്? ഇടമുറിയാത്ത പ്രേമം. അതെന്താണ് ഇടമുറിയാത്ത പ്രേമം? ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോട് 1-ാം തീയതി ഭയങ്കര സ്നേഹമായിരിക്കും. എന്തായിരിക്കും കാര്യം? അന്ന് ശമ്പളം കിട്ടുമ്പോൾ ഉള്ള സ്നേഹമല്ല. ചില ദിവസം ഭാര്യ അയൽക്കൂട്ടത്തിലെ ചിട്ടി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഭർത്താവിനൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമല്ല ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി സൂ കാണാൻ പോയി. സൂ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അവരാദ്യം കാണുന്നത് ഒരു കുരങ്ങനും കുരങ്ങത്തിയും. ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ഇരുന്നിങ്ങനെ ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ പേനിനെ പിടിക്കുന്നു, തിന്നുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചൊറിയുന്നു, മാന്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഭാര്യ പറഞ്ഞു, കണ്ടോ എന്തൊരു റൊമാൻറ്റിക്കാണ് അവരിരുന്ന് കാണിക്കുന്നത്, കുരങ്ങുകളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വേണം ജീവിക്കാൻ. ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കണം. എത്ര സന്തോഷമാണ് അവരുടെ ജീവിതം. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ അടുത്ത് എവിടെയാണ്? സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സിംഹം കിടക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു സിംഹം അങ്ങോട്ടും ഒരു സിംഹം ഇങ്ങോട്ടും. ഭാര്യയും ഭർത്താവുമാണ്. ഒരു ഭാര്യ പറഞ്ഞു, രാജാവാണെന്നാ ഭാവം. ഇവനൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ഇങ്ങനെയാ, ഒരു റൊമാൻസും ഇല്ല, വൃത്തികെട്ടോ, ഇവനൊക്കെ പോയി മരിക്കാൻ പാടില്ലേ? അവിടെ ഭർത്താവ് പറഞ്ഞെടി, നീ ഒരു കല്ലെടുത്തിട്ട് കുരങ്ങനെ എറിയണം, ഈ സിംഹത്തിനെ എറിയണം, എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഭാര്യ സ്വാഭാവികം ആദ്യം എടുത്ത് കുരങ്ങനെ എറിഞ്ഞു. കുരങ്ങ് രണ്ടും രണ്ട് വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. ഭാര്യ അടുത്തതായിട്ട് സിംഹത്തിനെ എറിഞ്ഞപ്പം സിംഹം ഗർജിച്ചുകൊണ്ട് ഈ ഭാര്യയുടെ നേരെ ചാടി വന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി ഭാര്യയെ, ഭർത്താവിൻ്റെ കടമ എന്ന് പറയുന്നത് ഇതാണ്. ഭാര്യ നീയൊക്കെ ഇങ്ങനെ നെകളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബലത്തിലാണ്. എപ്പോഴും നിങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നതാണ് ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഈ റൊമാൻസ് കളിച്ച് നടന്നാൽ കുരങ്ങൻ്റെ അവസ്ഥയെ നീ നിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോകും എന്ന് പറഞ്ഞ ഒരവസ്ഥ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു എന്ന് മാത്രം.